എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ രാഹുകേതുക്കളുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 2025 മെയ് മാസം 18-ാം തീയതി രാഹുകേതുക്കൾ രാശി മാറുന്നുണ്ട്. രാഹുകേതുക്കൾ എന്ന് പറയാനുള്ള കാരണം, ഇത് രണ്ടുപേരും ഒരേ സമയത്താണ് രാഹുകേതുക്കൾ രാശി മാറുന്നത്. തമോഗ്രഹങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 180 ഡിഗ്രിയിലാണ് ഇവർ ജ്യോതിശാസ്ത്ര പ്രകാരം സൗരയൂഥ മണ്ഡലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ കേതു ഇവിടെയും രാഹു മീനൻ രാശിയിലുമാണ്. കന്നിയിലാണ് കേതു, മീനത്തിലാണ് രാഹുവിൻ്റെ സ്ഥിതി. ഈ വരുന്ന 2025 മെയ് മാസം 18-ാം തീയതിയോടുകൂടി ചിങ്ങൻ രാശിയിലേക്ക് കേതുവിൻ്റെ ചുരുക്കെഴുത്താണ് സി, രാഹു സ. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് കൈ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാം. എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പൊതുവായിട്ടുള്ള ഫലങ്ങളും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിർദ്ദേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഹു ചിങ്ങത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും രാഹു കുംഭൻ രാശിയിലേക്കുമാണ് രാശി മാറാൻ പോകുന്നത്. ഇങ്ങനെ തിരിഞ്ഞാണ് ഇവരുടെ സഞ്ചാരഗതി എന്ന് പറയുന്നത്. അപ്പോൾ രാഹുവിനും കേതുവിനും 3, 6, 11 ഭാവങ്ങളിലേക്കാണ് അവർക്ക് ഇഷ്ടസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാം, നിങ്ങളുടെ മേടക്കൂറുകാരാണെങ്കിൽ, മേടം രാശിയാണിത്. നേരത്തെയുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പറയുകയാണ്. ഇത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ഏത് കൂറുകാരനാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്രഹനില എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിനകത്ത് ച എന്ന് അടയാളപ്പെടുത്തിയ ഒരു ഭാഗം കാണും. ച, ഇത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ചുരുക്കെഴുത്താണ്. ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ചാണ് ജ്യോതിഷന്മാരെല്ലാവരും യൂട്യൂബിൽ വീഡിയോ പറയുന്നത്. അപ്പോൾ ജ്യോതിഷം പറയുമ്പോൾ ഇതിനകത്ത് ലഗ്നം എന്ന് പറയുന്ന ഒരു ഭാവവും കൂടി നമ്മുടെ ഗ്രഹനിലയിലുണ്ട്. അപ്പോൾ ലഗ്നാലും ചന്ദ്രാലും കൂടി നമ്മൾ ഫലം പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു ജ്യോതിഷത്തിൽ പ്രകാരം ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. സാധാരണഗതിയിൽ ചന്ദ്രന്റെ രാശി മാറ്റം 3-ാം ഭാവത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്കാണ്, അപ്പോൾ ഗുണമാണ് അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ ഫലസിദ്ധി നമുക്ക് കിട്ടണമെങ്കിൽ ജാതകത്തിൽ ഗ്രഹസ്ഥിതി ലഗ്നാലുള്ള ഭാവവും ചന്ദ്രാലുള്ള ഭാവവും നമ്മൾ അറിഞ്ഞിരിക്കണം. ചന്ദ്രാൽ പറയുന്ന അതേ ഭാവം തന്നെ ലഗ്നാലും അതിന്റെ ഇരട്ടി ഫലം. ചന്ദ്രാൽ ഗുണമായിട്ട് പറയുന്നെങ്കിൽ ലഗ്നാലും ഗുണമായിരിക്കും, ചന്ദ്രാലും ഗുണമായിരിക്കും വരുന്നത്. ചന്ദ്രാൽ ദോഷമാണെങ്കിൽ ചിലപ്പം ലഗ്നഭാവത്തിൽ ഗുണമായിട്ടായിരിക്കും രാഹുവിന്റെ സ്ഥിതി. ഇപ്പോൾ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജാതക പ്രകാരം ഒരാളുടെ ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളെയൊന്നും ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ രാഹുകേതുവിന്റെ ഫലമാണ് പറയാൻ പോകുന്നത്. പെട്ടെന്ന് പറയുന്നു. ലഗ്നം ഇവിടെയാണ്, നിങ്ങളുടെ ഇത് കരുതുക. ഞങ്ങൾക്ക് അറിയാനൊക്കത്തില്ല, നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കിയാലേ അറിയാനൊക്കത്തുള്ളൂ. അപ്പോൾ ലഗ്നത്തിൽ നോക്കിക്കോ, ഇത് 11-ാം ഭാവത്തിൽ കേതുവും 5-ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നു എന്ന് നമുക്ക് നിങ്ങളുടെ ജാതക പ്രകാരം നമുക്ക് തനിയെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ലഗ്നഫലമല്ല പറയാൻ പോകുന്നത്, ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ഫലം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെയാണ് രാഹുവിന്റെ സ്ഥിതി. മീനൻ രാശിയിലാണ് രാഹുവിന്റെ സ്ഥിതിയുള്ളത്. മീനം കൂറുകാരാണോ നിങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ മീനക്കൂറുകാരായിരിക്കും. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ വരുന്ന നിങ്ങളുടെ പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ മനസ്സിലാക്കണം, ഇതുവരെ എനിക്ക് രാഹു ജന്മത്തിലും കേതു 7-ലുമായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതുവരെ മെയ് 18 വരെ. മെയ് 18-ന് ശേഷം എനിക്ക് രാഹു 12-ലും കേതു 6-ലും മാറുന്നു എന്ന് മനസ്സിലാക്കണം മീനക്കൂറുകാർ. ആദ്യം നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങൾ പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി ഇവിടെ ചന്ദ്രൻ വരുന്ന നക്ഷത്രക്കാർ ഇവിടെ എഴുതി വെക്കണം, എനിക്ക് രാഹു 12-ലും കേതു 6-ലുമാണ് പോകുന്നത്. 6 എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾക്ക് രാഹു 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് നല്ലതാണ്. അതുകൂടാതെ കേതു 6-ാം ഭാവത്തിലേക്ക് മാറുന്നു, രാഹു നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ 12-ാം ഭാവത്തിലേക്ക് രാഹു മാറുന്നത് നമുക്ക് നല്ലതല്ലെങ്കിലും കേതുവിന്റെ 6-ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം വളരെയധികം ഉത്തമമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുന്ന രാഹുവും 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിന്റെ സ്ഥിതി മാറുന്നതോടുകൂടി നിങ്ങൾക്കിപ്പോൾ കണ്ടകശിനി ഉണ്ടെങ്കിലും
അതുകൂടാതെ മെയ് 18 തീയതിയോടുകൂടി വ്യാഴം നമുക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും മീനക്കൂറുകാർക്ക്. അപ്പോൾ പൊതുവിൽ ഒരു നല്ല ഫലസിദ്ധിയാണ് കണക്കുകൂട്ടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രാശിചക്രം വരച്ചിരിക്കുന്നത്. നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിന്നിരിക്കുന്ന ഗ്രഹം ലഗ്നത്തിൽ നിന്നിരുന്ന ചന്ദ്രലഗ്നത്തിൽ നിന്നിരിക്കുന്ന രാഹു പുറകിലേക്ക് മാറുകയും 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നമുക്ക് നേരെ 6ാം ഭാവത്തിലേക്ക് നല്ല ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പം 6ാം ഭാവത്തിലേക്ക് കേതു മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ലേക്ക് മാറുന്ന ഗ്രഹത്തെ കൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള നഷ്ടങ്ങളും ഒരു വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള സ്ഥലം മാറ്റങ്ങളും അതുപോലെ തന്നെ അലച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സമയമുണ്ട്. കേതു 6ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ദീർഘകാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ് പറയാനുള്ളത് പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്. കാരണം നമുക്ക് കേതു 12 നമുക്ക് കേതു 6ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് മംഗല്യപരമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾക്കെല്ലാം ഒരു പരിഹാരം 1.5 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് മംഗല്യ തടസ്സമുള്ളവര്. കല്യാണം കഴിച്ചവര് കേസ് വഴക്കുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നവർക്കെല്ലാം ഒരു പരിഹാരമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്ന 2025 മെയ് 18. ഭാര്യയുമായി പിണങ്ങി നിൽക്കുന്നവർക്കാണെങ്കിൽ അത് മാറുന്നതിനും പുതുതായിട്ട് മംഗല്യ തടസ്സമായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മംഗല്യം തരപ്പെട്ട് വരുന്നതിനും അതുപോലെ തന്നെ കേസ് വഴക്കുകൾ ഉണ്ടായി ഡിവോഴ്സിനൊക്കെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിനൊരു പരിഹാരമാകുന്നതിനും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒത്തുതീർപ്പാകുന്നതിന് ഒരു അവസരം വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാഹു 12ലേക്ക് മാറുന്നത് കൊണ്ട് ധനനഷ്ടങ്ങളും അലച്ചിലുകളും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള കാര്യങ്ങളും രോഗാരിഷ്ടതകളും ഒക്കെ കുറച്ച് പറയുന്നുണ്ട്. എങ്കിൽ പോലും കേതുവിൻ്റെ രാശിമാറ്റം നമുക്ക് വളരെയധികം ഗുണകരമായിട്ട് വരുന്നുണ്ട്. രാഹു 12ലേക്ക് മാറുന്നത് കൊണ്ട് നിങ്ങളുടെ ജന്മത്തിൽ നിന്ന് രാഹു ആയതുകൊണ്ടും നമുക്ക് നാഗപ്രീതി വഴിപാടുകൾ ചെയ്യുക, മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകൾ ചെയ്ത് ആ ദോഷത്തെ ഒഴിവാക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൂടാതെ കേതുവിൻ്റെ 6ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഗണപതി ഭഗവാനെ ഭജിക്കുകയും ഗണപതി ഹോമം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മീനക്കൂറുകാരുടെ ദോഷഫലങ്ങൾ മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന രാശിയുടെ കാര്യം എന്ന് പറയുന്നത് നേരെ കന്നിക്കൂറിലായിരുന്നു ഇതുവരെ കേതു നിന്നിരുന്നത്. ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നവർ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരയും വരുന്ന കന്നിക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ഒരു ഗുണഫലങ്ങളാണ് പറയാൻ ഉള്ളത്. നിങ്ങൾക്ക് കർമ്മത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട്. വ്യാഴത്തിന്റെ കാര്യം ഇപ്പം നമ്മൾ പറയുന്നില്ല. ശനി ഇവിടെയുണ്ട്. അപ്പം കേതു 12ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കന്നിക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നും ദീർഘകാലമായിട്ട് പരിഹരിക്കാതിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും മീനക്കൂറുകാരുടെ അതേ ഫലം തന്നെയും കന്നിക്കൂറുകാർക്കും വരാൻ പോവാണ്. കാരണം രാഹുകേതുക്കൾ 1.5 വർഷമായിട്ട് നിങ്ങളെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അതിൽ നിന്നും പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം ദീർഘകാലമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നും സന്തോഷം, സമാധാനം, ശാന്തി, ഐശ്വര്യം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ആരോഗ്യം നമ്മളൊന്ന് മെച്ചപ്പെടുത്താൻ നോക്കണമെന്നും അതുപോലെ തന്നെ പരീക്ഷാ വിജയങ്ങളാക്കി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനൊക്കെ ഒരു അവസരം വന്നു ചേരുമെന്നും ഇൻ്റർവ്യൂവിൽ വിജയം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുമെന്നും തൊഴിൽ കിട്ടാൻ തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഗൃഹം വാഹനമൊക്കെ മൂടി പിടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരവസരമാണെന്നും എന്നാൽ പാഴ്ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത 12ൽ കേതു നിൽക്കുന്നു. 12ലോട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ ധനനഷ്ടഭാവം എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പം 12ലോട്ട് മാറുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്തോ, പക്ഷേ ധനപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയും. നിങ്ങൾക്ക് കേതു 12ലേക്ക് മാറുമ്പം രാഹു നേരെ 6ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഒരാൾ ദോഷത്തിലോട്ട് മാറുമ്പം ഒരാൾ ഗുണത്തിലോട്ട് മാറും എന്നുള്ളതാണ് രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹു നമുക്ക് 6ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെയധികം നല്ലതും കൂടിയാണ്. ഈ രാശിക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു രാഹു 12ലേക്ക് കേതു 6ലേക്ക്. ഈ കന്നിക്കൂറുകാർക്ക് നേരെ തിരിച്ചാണ് രാഹു 6ലേക്ക് കേതു 12ലേക്ക്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ ജാതകപ്രകാരം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എപ്പോഴും ഒരു പഞ്ചാംഗം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജാതകം നോക്കിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം കന്നിക്കൂറുകാർക്ക് വായ്പാ തിരച്ചടവുകളൊക്കെ മുടങ്ങിയിട്ടുള്ളവർക്ക് അത് വീട്ടുന്നതിനുള്ള വഴി ഏത് വഴിക്കെങ്കിലും അത് പരിഹാരമായി വരും. ക്രെഡിറ്റ് കാർഡൊക്കെ പ്രശ്നമായിട്ട് നിൽക്കുന്നവർക്ക്, ക്രെഡിറ്റ് സ്കോറൊക്കെ കുറഞ്ഞ് നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഗൃഹത്തിൻ്റെയും മറ്റേ
വാഹനത്തിൻ്റെയൊക്കെ EMI ഒക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതൊക്കെ ഒരു പരിഹാരമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗുണം, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണം, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പം കേതു 12ലേക്ക് മാറിയതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭജനം ആണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് 100 പാല്, മഞ്ഞൾപ്പൊടി, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. രാഹുകേതുക്കളുടെ ഫലം മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ 2 രാശിക്കാർക്ക് അനുകൂല ഫലമാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. എന്താ കാരണം വെച്ചാൽ ചിങ്ങത്തിലേക്കാണ് രാശി മാറുന്നത്. മകം, പൂരം, ഉത്രത്തിക്കാല് വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ജന്മത്തിലേക്ക് കേതുവിൻ്റെ പ്രവേശം, 7ലേക്ക് രാഹുവിൻ്റെ പ്രവേശം ഉണ്ടാകുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് പറയുന്ന ഫലങ്ങൾ മേടവിടം, മിഥുനം, കർക്കിടകം ചിങ്ങക്കൂറുകാർക്ക് ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾ കുറച്ച് രമ്യതയിലൊക്കെ പോകണം. അപ്പം ദാമ്പത്യ പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ ജ്യോതിഷപരമായിട്ട് അങ്ങനെ പറയുന്നത്. അപ്പം ജന്മത്തിൽ കേതു വരുന്നു, നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് രാഹു മാറുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ മീനക്കൂറുകാരും കന്നിക്കൂറുകാരും അനുഭവിച്ചുകൊണ്ടിരുന്ന ചില ദുരിതങ്ങൾ ഇനി വരാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കുമാണ്. അപ്പം നിങ്ങൾ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം രമ്യതയിൽ പറഞ്ഞു തീർക്കണം. വാക്ക് തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സ നേടുന്നതിനോ അല്ലെങ്കിൽ ചികിത്സാ കാര്യങ്ങൾക്കോ ഒരു മുടക്കം പെട്ടെന്ന് വരുത്തരുത്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള അപവാദങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാനും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാനും ഒക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പം അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങൾക്കൊക്കെ പോകരുത്. ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മേലധികാരികളൊക്കെ ആയിട്ട് തർക്കത്തിനും അതുപോലെ തന്നെ ജോലിയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നമ്മുടെ സമയം ജന്മത്തിൽ കേതുവാണ്, മകം, പൂര, ഉത്രത്തിക്കാലുകാർ വിചാരിക്കണം എനിക്ക് 1.5 വർഷത്തേക്ക് ജന്മത്തിൽ കേതുവാണ്. ഏതെങ്കിലും ജ്യോതിഷൻ ചെയ്യുന്ന ഒരു പരിപാടിയല്ല നിങ്ങൾക്ക് ജന്മത്തിലോട്ട് കേതുവിനെ കൊണ്ടുവരുന്നത്. അത് കാലചക്രം തിരിയുന്നതിനനുസരിച്ച് വന്നിട്ടുണ്ട്. അതിന് മുൻകൂട്ടി പറയുകയാണ്. അപ്പം നമുക്ക് ദുരിതം വരും എന്നുള്ളതല്ല, ദുരിത സമയമാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കരുതണം. ഉറുമ്പ് പഞ്ഞകാലം വരുന്നതിനനുസരിച്ച് അവർ ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ നാളെ ഇരുട്ടാവുമെന്ന് കണ്ട് നമ്മൾ തീപ്പെട്ടിയും പണ്ടുള്ള ഒരു കരുതി വെക്കും, തീപ്പെട്ടിയും അതുപോലെ മണ്ണെണ്ണയൊക്കെ കരുതി വെക്കുന്നത് പോലെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കരുതി വെക്കേണ്ടതായിട്ടുണ്ട്. ജന്മത്തിലുള്ള കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് 1 വർഷത്തേക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ചെയ്യണം. ഭാര്യയുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നാഗപ്രീതി വരുത്തുന്നതിനുള്ള വഴിപാടുകൾ ചെയ്യണം. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുകയും ഗണപതിയുടെ ഒരു ഭജനം പ്രാർത്ഥന എപ്പോഴും നടത്തുകയും നാഗപ്രീതികൾക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1.5 വർഷമുള്ള ഈ ദോഷം, 18 മാസമുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഗുണഫലങ്ങൾ ഒരു ഫലമായിട്ട് പറയാൻ പറ്റുന്നൊരവസ്ഥ ചിങ്ങക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വ്യാപാരികളായിട്ടുള്ളവർക്ക് ഗുണങ്ങളുണ്ടാകും. അതുകൂടാതെ ഭാഗ്യപരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലോട്ടറിയൊക്കെ എടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഭാഗ്യപരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ധാരാളം പണം മുടക്കാതെ തന്നെ നിങ്ങൾ അതിന് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാനുള്ളത്. ധനനഷ്ടം, ആപത്തുകൾ, രോഗാരിഷ്ടതകൾ, മനക്ലേശം, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവ് പോലുള്ള ദുരിതങ്ങളൊക്കെ വരാനുള്ള ഒരു സമയം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്നേഹബന്ധങ്ങളുള്ളവർക്ക് ഇച്ചിരി ഒലച്ചിലൊക്കെ തട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്, പിണങ്ങി നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പെരുമാറണം എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാർക്ക് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കുംഭക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുംഭക്കൂറുകാർക്ക് ജന്മത്തിലേക്ക് രാഹു, 7ലേക്ക് കേതുവാണ് വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് പറയുന്ന അതേ ഫലം തന്നെ ഇവർക്കും വരും, എങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. നിങ്ങൾക്ക് ജന്മത്തിലേക്ക് രാഹു വരുന്നത് നല്ലതാണ്. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മാറിക്കിട്ടും, കിട്ടാതെ കിടക്കുന്ന ധനങ്ങളൊക്കെ കിട്ടും. ലോണിലൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് സാങ്ഷനായിട്ട് വരുമെന്നൊക്കെ ഉള്ളതാണ് കുംഭത്തിലേക്ക് രാഹു വരുന്നതിൻ്റെ ഒരു പ്രധാന ഫലം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുംഭക്കൂറുകാർക്ക് ശത്രുക്കളെ കൊണ്ടുള്ള ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ദാമ്പത്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്വർണം പണയം വെച്ചതൊക്കെ കുറച്ച് നഷ്ടം വരാനൊക്കെയുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അപ്പം കുംഭക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും ഒരേ വിധത്തിൽ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നവർക്കാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. വ്യാഴം
5-ാം ഭാവത്തിലുണ്ട്. അപ്പോൾ വൈഷ്ണവ പ്രീതി വരുത്താനാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി കുംഭത്തിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയാണ് കുംഭത്തിലേക്ക് വരുന്നത്. അപ്പം വൈഷ്ണവ പ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രത്തിലുള്ള നാഗദൈവങ്ങൾക്ക് ഉറപ്പായിട്ടും മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി നടത്തുക. നിങ്ങൾ അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാരാണ് കുംഭക്കൂറുകാരിൽ വരുന്നത്. അപ്പം അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർ ഭാര്യയുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ ഗണപതിക്ക് തേങ്ങ അടിക്കുക, ഗണപതി ഹോമം ചെയ്യുക, അതുപോലെ തന്നെ അവിടെ പുഷ്പാഞ്ജലികൾ ഒക്കെ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ഭജന ചെയ്യുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുംഭക്കൂറുകാരുടെ ദോഷപരിഹാരങ്ങൾ ആകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ കുംഭക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും കുറച്ച് ദോഷഫലങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങൾക്ക് വ്യാഴം 11-ലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കുംഭക്കൂറുകാർക്കുള്ളതിൻ്റെ ഇരട്ടി ദോഷം ഉണ്ടാവും ചിങ്ങക്കൂറുകാർക്ക്. കാരണം നിങ്ങൾക്ക് കേതുവാണ് കൂടെ വന്നിട്ടുള്ളത്. അപ്പം കേതുവിൽ ഹേതു വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കേതുവിനെ തൃപ്തിപ്പെടുത്തി പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് മേടക്കൂറുകാർക്ക് നല്ല ഗുണഫലങ്ങളാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. കാരണം രാഹു 11-ാം ഭാവത്തിലേക്ക് 1, 2, 3, 4, 5-ാം ഭാവത്തിലേക്ക് കേതുവിൻ്റെ സ്ഥിതി മാറുന്നുണ്ട്. രാഹു ഗുണസ്ഥാനത്താണ് മാറുന്നത്. 3-ാം ഭാവത്തിലേക്ക് 11-ാം ഭാവത്തിലേക്ക് വരുന്ന രാഹു 11-ലാണ് മേടക്കൂറുകാർക്ക്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് 11-ലേക്ക് വരുന്ന രാഹുവിൻ്റെ ഗുണം കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ പറയുന്നുണ്ട്. മേടക്കൂറുകാർക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫലവത്തായിട്ട് വരും. അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കണ്ട് പ്രവർത്തിക്കണം. ബിസിനസ്സുകാരാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. സാഹചര്യം നോക്കി പെരുമാറണം. ജീവിത രീതികൾ ആകമാനം മാറ്റം വരുമെന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ സന്താന കാര്യങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കൂടുതലായിട്ട് വേണം. പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധ വേണം. ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോയി അന്വേഷിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി കൈവരുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. കേസ്, ഭൂമി തർക്കമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ആകുമെന്ന് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായങ്ങളെ കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖം ഉണ്ടാകുമെന്നും ജീവിത ലബ്ധി, അതുപോലെ തന്നെ വിവാഹമംഗള കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന മേടക്കൂറുകാർക്ക് അത് ഫലസിദ്ധിയാകുമെന്ന് കാണിക്കുന്നുണ്ട്. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില സംഗതികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരാമെന്നുള്ളത് കൊണ്ടും, അതുപോലെ ഡിപ്രഷൻ, അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. യോഗ, ധ്യാനം പോലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. 5-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ പേര് നടത്തണം. നിങ്ങൾ ഗണപതി ഹോമം നടത്തണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാഗപ്രീതി വരുത്തുന്നതിനുള്ള വഴിപാടുകൾ ചെയ്യുക. ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് രുദ്രസൂക്തം, ജലധാര, നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ നടത്തുക. മേടക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലവും പറയുന്നുണ്ട്. കൂടുതലായിട്ട് പ്രതികൂലമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അവർക്കല്ല, അവരുടെ സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമങ്ങളാണ് പറയുന്നത്. പിന്നെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് പറയുന്നത്. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ നടക്കും. സാഹചര്യങ്ങൾ നോക്കി പെരുമാറണം. തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്നും കുടുംബ പ്രശ്നങ്ങളുള്ളത് പറഞ്ഞു തീർക്കുമെന്നൊക്കെയുള്ള അനുകൂല ഫലങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ചെറിയ ദോഷങ്ങൾക്കുള്ള പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇടവക്കൂറുകാരുടെ ഫലം പറയുന്നു. ഇടവക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. 4-ാം ഭാവത്തിലേക്കാണ് കേതു മാറുന്നത്. അപ്പോൾ കേന്ദ്രസ്ഥാനങ്ങളിലേക്കാണ് രാഹുകേതുക്കളുടെ രാശിമാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ആരോഗ്യത്തിൽ കുറച്ച് കാര്യമായിട്ടുള്ള ശ്രദ്ധ വേണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത് 4-ാം ഭാവം എന്ന് വെച്ചാൽ മാതൃസ്ഥാനം, കുടുംബസ്ഥാനം, ഗൃഹസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പം മാതാവിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മുൻകോപം, എടുത്തിയാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിയന്ത്രിക്കണം. ഊഹക്കച്ചവടങ്ങൾ, ഓഹരി വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തരയാണ് ഇടവക്കൂറുകാർ. അങ്ങനെയുള്ളവർ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ വേണം. എടുത്തിയാടി ഒന്നിനും ചെയ്യരുത്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രമ്യതയിൽ പറഞ്ഞു തീർക്കണം. ചെറിയ ചെറിയ വാക്കുതർക്കങ്ങൾ വലുതാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ തൊഴിലിൽ വരുമാനം കൂടും. അതുപോലെ തന്നെ പ്രമോഷൻ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ജോലിഭാരം കുറച്ച് വർദ്ധിക്കുമെന്നും എന്നാണ് നമുക്ക് ഈ രാഹുകേതുക്കളുടെ രാശിമാറ്റം പറയുന്നത്. അതുപോലെ തന്നെ അത് തന്നെ പറഞ്ഞത്, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ, എടുത്തിയാട്ടം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ കർമ്മരംഗത്ത് രാഹുവിൻ്റെ സ്ഥിതി വരുന്നത് 4-ാം ഭാവത്തിൽ കേതു വരുന്നത് കൊണ്ടും കുടുംബത്തിൽ നമ്മുടെ ഗൃഹസ്ഥാനത്തൊക്കെ കുറച്ച് ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും രാഹുവിൻ്റെ കർമ്മഭാവത്തിലേക്കുള്ള മാറ്റം നമുക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, പ്രമോഷൻ, ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് മിഥുനക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് 3-ലേക്കും
അതുപോലെ തന്നെ 9-ലേക്കുമാണ് രാഹുവിന്റെ മാറ്റം. രാഹു 9-ലേക്കും കേതു 3-ലേക്കും. 3-ലേക്ക് രാഹുവിന്റെ മാറ്റം മിഥുനക്കൂറുകാർക്ക് നല്ലതാണ്. കൂടാതെ വ്യാഴത്തിന്റെ സ്ഥിതി അവിടെ തന്നെയുണ്ട്. അപ്പോൾ പൊതുവിൽ 3-ലേക്ക് മാറുമ്പോൾ ഇടവക്കൂറുകാരായിട്ടുള്ളവർക്ക്, മിഥുനക്കൂറുകാർക്കായിട്ടുള്ളവർക്ക് ധന ആഭരണ ലാഭങ്ങൾ ഉണ്ടാകുമെന്നും നിക്ഷേപ കാര്യങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ വർദ്ധിക്കുമെന്നും അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളോ പകർച്ചവ്യാധികളോ വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അമിതാവേശം ഉണ്ടാകരുത്, എടുത്തുചാട്ടം ഉള്ളത് കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയുണ്ടോ ആ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. തൊഴിൽ രംഗത്ത് ശ്രദ്ധ വേണം. ഏത് സാഹചര്യങ്ങളിലും വിവേകം, ആത്മവിശ്വാസം, നിയന്ത്രണം എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം 3-ാം ഭാവത്തിൽ കേതു വന്നു കഴിഞ്ഞാൽ ദോഷസ്ഥലമായിട്ട് നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സഹോദരന്മാരുമായിട്ടൊക്കെയുള്ള വാക്കുതർക്കങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. 9-ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി വളരെ നല്ലതാണ്. ഭാഗ്യസ്ഥാനത്തേക്കാണ് രാഹുവിന്റെ സ്ഥിതി വന്നിരിക്കുന്നത്. രാഹു ശുഭഗ്രഹങ്ങളിൽ രാഹുകേതുക്കളെ ഒരു ജ്യോതിഷനും ഒരു തിരുമേനിയും അല്ലെങ്കിൽ പൂജാരിയുമായിട്ടുള്ള എനിക്ക് രണ്ടുപേരും പാപഗ്രഹങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കേതുവിന്റെ സ്ഥിതി വ്യാഴത്തിന്റെ ദൃഷ്ടി, അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി അതുപോലെയൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ കേതു നിൽക്കേണ്ട രാശിയിലൊക്കെ നിന്നു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളാണ് വരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് കേതു മാറുന്നത് ശത്രുഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലോട്ടാണ് മാറുന്നത്. അപ്പൊ കേതു നിൽക്കുന്ന ഭാവത്താണ് ആ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ദോഷഫലങ്ങൾ പറയുന്നത്. അപ്പം മിഥുനക്കൂറുകാർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. വസ്ത്രാഭരണ ലാഭങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാഹുവിന്റെ സ്ഥിതി കൊണ്ട് ഭാഗ്യവർദ്ധനം ഉണ്ടാവുക, ധനപുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, പിതാവിന്റെ സ്വത്തുക്കളിൽ നിന്നും ഗുണങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് കർക്കിടകൂറുകാരുടെ കാര്യം പറയുന്നു. കർക്കിടകൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുന്നത്. ധനപരമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ വേണം, അതുപോലെ തന്നെ നഷ്ടപരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധ വേണം. നഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലുണ്ട്. ഓഹരി വ്യാപാരം, ഷെയർ മാർക്കറ്റ് പോലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന കർക്കിടകൂറുകാരായിട്ടുള്ള പുണർത്തത്തിൽക്കാല്, പൂയ, ആയില്യം നക്ഷത്രക്കാർ കുറച്ച് കൂടുതൽ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നും ധനനഷ്ട സാധ്യത കൂടുതലാണെന്നും വരവിൽ കവിഞ്ഞ ചെലവുണ്ടാകുമെന്നും രോഗങ്ങൾ, ധനനഷ്ടങ്ങൾ, കലഹങ്ങൾ, ശത്രുതകൾ, അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, സാധനങ്ങളൊക്കെ മോഷണങ്ങൾ പോകാനുള്ള സാധനങ്ങൾ, മാനസിക സമ്മർദ്ദം വരുന്ന കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കണമെന്നും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പം കർക്കിടകൂറുകാർക്ക് കുറച്ച് ദോഷഫലങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രതിവിധിയായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിന് കുടുംബക്ഷേത്രത്തിലെ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിലുള്ള വഴിപാട് ചെയ്യുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഉണ്ടെങ്കിൽ അവിടെ ഗണപതി ഹോമം ചെയ്യുക. ഗണപതി ഇല്ലെങ്കിലും ഗണപതി ഹോമം ചെയ്യുക. പ്രാർത്ഥന ഉണ്ടാവുക. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ട് തുലാക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് 11-ലേക്കാണ് രാഹു കേതുവിന്റെ മാറ്റം. അത് വളരെയധികം നല്ലതാണ്. 1, 2, 3, 4, 5-ാം ഭാവത്തിലേക്കുള്ള രാഹുവിന്റെ മാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലമാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ വ്യാപാരികളായിട്ടുള്ള തുലാക്കൂറുകാർക്ക് ലാഭസ്ഥാനത്തേക്കാണ് കേതുവിന്റെ മാറ്റം എന്നുള്ളതിനാൽ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ തൊഴിലിൽ നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ലാഭങ്ങൾ കുറയാനുള്ള സാധ്യതയാണ് പ്രധാനമായിട്ട് പറയുന്നത്. നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഈശ്വരാധീനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ പ്രത്യേകമായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വിദേശയാത്രാ തടസ്സമുള്ളത് നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണെന്നാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത്. കാരണം 12-ാം ഭാവത്തിൽ നിന്ന കേതുവാണ് 11-ലേക്ക് മാറുന്നത്. അപ്പോൾ വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, യാത്രാ തടസ്സങ്ങൾ, വിദേശത്ത് എന്തെങ്കിലും പ്രൊമോഷൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുവാണെങ്കിൽ അവിടുന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള തുലാക്കൂറുകാർക്ക് മാനസിക സമ്മർദ്ദം കൂടി വരും. 5-ാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കരുത്. അതുപോലെ തന്നെ വരവ്, ചിലവ്, ഇത് രണ്ടും നിയന്ത്രിക്കണം. സാമ്പത്തിക ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യാനുള്ളത് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, കറുക മുക്കുറ്റി മാല കൊണ്ട് വഴിപാടുകൾ ചെയ്യുക. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് സന്താനങ്ങളുടെ പേരിൽ നിങ്ങൾ വഴിപാടുകൾ ചെയ്യുക. നാഗപ്രീതി വരുത്തുന്നതിനുള്ള പരിഹാരം ചെയ്യുക. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് കുറയ്ക്കുന്നതിന് യോഗ പോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷനൊക്കെയുള്ള കാര്യങ്ങൾ, ധ്യാനങ്ങളൊക്കെ, മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് തുലാക്കൂറുകാർക്ക് ദോഷപരിഹാരമായിരിക്കും. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് കർമ്മഭാവത്തിലേക്ക് കേതു, അതുപോലെ 4-ാം ഭാവത്തിലേക്ക് വരുന്നു രാഹു വരുന്നുണ്ട്. നേരത്തെ ഇടവക്കൂറുകാർക്ക് പറഞ്ഞ പോലുള്ള ഒരേ ഫലമായിരിക്കും. ഇങ്ങനെ 7 ഭാവത്തിൽ വരുന്നവർക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും. ഇപ്പം വൃശ്ചികക്കൂറുകാർക്ക് 4-ലേക്ക് രാഹു, 10-ലേക്ക് കേതു. ഇവർക്ക് പറഞ്ഞു 4-ലേക്ക് കേതു, 10-ലേക്ക് രാഹു. അതുപോലെ വൃശ്ചികക്കൂറുകാർക്ക് നേരെ തിരിഞ്ഞാണ് വരുന്നത്. 4-ലേക്ക് രാഹു, 10-ലേക്ക് കേതു.
അപ്പോൾ രണ്ട് ഭാവങ്ങളെ കൊണ്ടും കർമ്മഭാവത്തിൽ കേതു വരുന്നത് എപ്പോഴും നമുക്ക് ഒരു കർമ്മസംബന്ധമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വിഘാതം, ഒരു തടസ്സം, ഒരു പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പം വൃശ്ചികക്കൂറുകാർക്ക് സഞ്ചാരക്ലേശം കൂടുമെന്നും അലച്ചിലുകൾ വർദ്ധിക്കുമെന്നും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നും രോഗാഷ്ഠതകൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പലവിധത്തിലുള്ള ദുരിതങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും, ഗൃഹനിർമ്മാണങ്ങൾക്കൊക്കെ ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതല്ല, ഇതിനെ കർമ്മം കൊണ്ട് മാറ്റിയെടുക്കണം, പ്രവൃത്തി കൊണ്ട് മാറ്റിയെടുക്കണം, നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ കൊണ്ട് മാറ്റം വരുത്തണം. വ്യാഴം അഷ്ടമത്തിലും കൂടിയാണല്ലോ. അപ്പം പൊതുവിൽ നമുക്കൊരു ദോഷ സമയമാണ്. കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഇപ്പം നമ്മൾ പറയുന്നു ഇപ്പോൾ തൊഴിൽ രംഗത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കുക അല്ലെങ്കിൽ ശപിക്കുക എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മേലധികാരിയുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ആത്മനിയന്ത്രണം വരുത്തുക. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോൾ അതൊന്ന് ആലോചിച്ച് പറയുക. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു കർമ്മസംബന്ധമായ കാര്യം, ഒരു തൊഴിലിന് വേണ്ടി ഒരാൾ നമ്മളെ സമീപിക്കുക, ഒരു ജോലിയുണ്ട്, നമുക്ക് ഇത്ര രൂപ കൊടുത്താൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, തൊഴിൽ വേണമല്ലോ. പക്ഷേ അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പണത്തിനൊരു ഗ്യാരണ്ടി അവിടെ വരുത്തണം, എന്നിട്ടേ അത് കൊടുക്കാവുള്ളൂ. ആരെങ്കിലും പറയാം നമുക്കൊരു ഷെയർ ഇട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കർമ്മത്തിൽ കേതുവാണ്, ഈ ജാതകപ്രകാരം നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം, നമ്മളെപ്പോഴും പറയും ജ്യോതിഷത്തെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. ആദ്യം അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വലിയ ദോഷമായിട്ട് തന്നെ നിൽക്കും. എനിക്ക് 4-ൽ രാഹുവും കർമ്മത്തിൽ കേതുവാണ് എന്ന് ആര് മനസ്സിലാക്കണം? വൃശ്ചികക്കൂറുകാരൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല, അവിടെ ആ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം കർമ്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷങ്ങൾ കാരണം നമ്മൾ തൊഴിൽ ഇടങ്ങളിൽ വഞ്ചിതരാകാനും ദൂരസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൈസ മേടിച്ചിട്ട് പറ്റിക്കാനുള്ള സാധ്യതകൾ, അതുപോലെയൊക്കെയുള്ള വിഷമങ്ങൾ, തൊഴിൽ രംഗത്ത് പ്രമോഷൻ ഉള്ളത് തടസ്സപ്പെട്ടു പോവുക, അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ നേരിടേണ്ടതായിട്ട് വരിക, ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റം വന്നിട്ട് വിഷമിക്കേണ്ടി വരിക എന്നുള്ള കാര്യം വരാനുള്ളത് കൊണ്ട് നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് പറയുന്നത്. എപ്പോഴും ആളുകൾക്ക് വിഷമം പറയുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കറിയാം, എങ്കിൽ പോലും പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ, റിയാലിറ്റി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കർമ്മത്തിലേക്ക് വരുന്ന കേതുവിൻ്റെ സ്ഥിതി കാരണം വൃശ്ചികക്കൂറുകാർക്കുള്ള ദോഷം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, ഗണപതി കർമ്മം ചെയ്യുക, ഗണപതി ഹോമം തന്നെ ചെയ്യുക. നിങ്ങളുടെ ഗൃഹത്തിലുള്ള ഗൃഹം 4-ാം ഭാവത്തിലുള്ള അമ്മയുടെ കുടുംബക്ഷേത്രത്തിലുള്ള നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും പരിഹാരമാകും. കർമ്മത്തിൽ നിൽക്കുന്ന കേതു കാരണം നിങ്ങൾക്ക് 1.5 വർഷം 18 മാസം ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് 500 രൂപയുള്ള ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ 18, 900, 9,000 രൂപയുള്ള 1.5 വർഷത്തെ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ 1.5 വർഷം കൊണ്ട് ചിലവാക്കിയാൽ മതി. അപ്പം മാസത്തിലൊന്ന് വെച്ച് വളരെ നല്ല രീതിയിൽ അഷ്ടദ്രവ്യം എന്ന് വെച്ചാൽ 8 ദ്രവ്യങ്ങൾ ചേരുന്ന ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. മാതൃകുടുംബ ക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക, മഹാവിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് 100% പരിഹാരമാകും. അടുത്തായിട്ട് ധനുക്കൂറുകാരൻ മനസ്സിലാക്കണം, എനിക്ക് രാഹു 3-ാം ഭാവത്തിൽ കേതു 9-ാം ഭാവത്തിൽ, 3-ാം ഭാവത്തിലേക്ക് രാഹു വരുന്ന ധനുക്കൂറുകാർക്ക് വളരെയധികം നല്ല സമയമാണ്. അവർക്ക് വ്യാഴം കൂടി 7-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽപ്പുണ്ട്. അപ്പം ധനുക്കൂറുകാരൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമെന്നും, കാര്യതടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്നും, ഗൃഹത്തിൽ സമാധാനം ഉണ്ടാകുമെന്നും, ശ്രേയസ്, ഐശ്വര്യം, ദൈവാധീനം ഉണ്ടാകുമെന്നും, എന്നാൽ ജീവിതശൈലി രോഗങ്ങളും ഉദരരോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്തേക്കുള്ള കേതുവിൻ്റെ വരവ് നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടൊഴിഞ്ഞു മാറുക, വലിയ ചിലവൊന്നും നടത്തി ഈ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നെ ഒരുപാട് പേര് ഭാഗ്യപരീക്ഷണം നടത്തുന്നവർ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് ഒരുപാട് പണം മുടക്കിയുണ്ടെന്നും അർത്ഥമുള്ള സമയമല്ല. 3-ാം ഭാവത്തിൽ രാഹു വന്നത് വളരെയധികം ഉത്തമമാണെന്നും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ദോഷപരിഹാരമായിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, ഗണപതിക്ക് വിഘ്നഹര സ്തോത്ര മന്ത്രം ചെയ്യുക. ഓം സദാബ്രഹ്മഭൂതം വികാരാധിഹീനം വികാരാധിഭൂതം മഹേശാധിപന്യം അപാരസ്വരൂപം സംസംവേദ്യമേകം നമാമി സദാ വക്രദണ്ഡം വിജേകം എന്ന് പറയുന്ന ഗണപതി മന്ത്രം നിങ്ങൾക്കിത് നെറ്റിനകത്ത് കിട്ടും. ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറയുന്നത്. അപ്പോൾ അത് ചെയ്യുക. ഗണപതി ഭഗവചനം ചെയ്യുക. ശിവക്ഷേത്രത്തിലുള്ള ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക. ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തധാര നടത്തുക. അച്ഛൻ്റെ കുടുംബക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ നടത്തുക. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ആയതിനാൽ മാതൃകുടുംബക്ഷേത്രത്തിലെ നാഗപ്രീതിയും കൂടെ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദോഷങ്ങൾക്ക് പരിഹാരമാവും. എന്നാൽ ധനുക്കൂറുകാർക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കുംഭക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മകരക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. കുംഭക്കൂറിൻ്റെ ഫലം പറഞ്ഞു. ഇനിയും ലാസ്റ്റ് പറയുന്നത് മകരക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മകരക്കൂറുകാർ എല്ലാ കാര്യത്തിലും
നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ കേതു, 2-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. ആറാം ഭാവം എന്നല്ല, 8-ാം ഭാവത്തിൽ മകരക്കൂറുകാരുടെ 1, 2, 3, 4, 5, 6, 7 അഷ്ടമ ഭാവത്തിലാണ് കേതുവിൻ്റെ സ്ഥിതിയെന്നും 2-ാം ഭാവത്തിലാണ് രാഹുവിൻ്റെ സ്ഥിതി എന്നുള്ളത് കൊണ്ടും വളരെയധികം ശ്രദ്ധ വേണം. കർക്കിടകൂറുകാർക്ക് പറഞ്ഞ പോലെയാണ്, നിങ്ങൾ കേട്ടോ മനസ്സിലാക്കാൻ പറ്റും. 2-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ രാഹു. മകരക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ കേതു. അപ്പോൾ കർക്കിടകൂറുകാർക്ക് പറഞ്ഞിരിക്കുന്ന അതേ വിധത്തിലുള്ള ഒരു ദോഷഫലങ്ങളും കൂടി മകരക്കൂറുകാർക്ക് പറയണം. അപ്പം മകരക്കൂറുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അനാവശ്യമായിട്ട് സമയം ചിലവഴിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞു മാറി കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ധനനഷ്ടഭാവം, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അപ്പം ബിസിനസ്സിലൊക്കെ ഒരുപാട് പൈസ മുടക്കുകയും ഊഹക്കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന, ഊഹക്കച്ചവടം നമ്മൾ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് ഷെയർ മാർക്കറ്റ് ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രക്കാർക്ക് പൊതുവിൽ കുറച്ച് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് കുടുംബക്ഷേത്രത്തിലുള്ള നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തുക. അഷ്ടമത്തിലെ കേതുവിൻ്റെ ദോഷം മാറാൻ നമുക്ക് ഗണപതി ഭഗവാന് മുക്കുറ്റിമാല, കറുകമാല ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ മറ്റേ മുക്കുറ്റി വെച്ച് അശ്വാരൂഢ മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. ഓം ആം ഹ്രീം ക്രോം ഹ്യേഹി പരമേശ്വരി സ്വാഹ എന്ന് പറയുന്ന മന്ത്രമുണ്ട്, മുക്കുറ്റി മന്ത്രം. ഈ മന്ത്രം കൊണ്ട് നിങ്ങൾ അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്താൽ വളരെയധികം ഉത്തമമായിരിക്കും. അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ മുക്കുറ്റി അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ മുക്കുറ്റി വരും, കറുക വരും, എള്ള് വരും, നെല്ല് വരും, തേങ്ങാപ്പൂള് വരും, അതുപോലെ തന്നെ കൂവളച്ചമത വരും, തെറ്റിപ്പൂവ് വരും, അതുപോലെ തന്നെ നെയ്യ് വരും, തേൻ വരും, എള്ള് വരും. ഇങ്ങനെയുള്ള കൂട്ടുകളെല്ലാം വരുന്ന ഒരു ഹോമമാണ്. ഓരോ കൂട്ടിനും ഓരോ തരത്തിലുള്ള മന്ത്രങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രാഹുകേതുക്കളുടെ രാശിമാറ്റം കൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.